ഇന്ന് കുരിശുവര തിരുനാൾ. 50 ദിവസം നീളുന്ന വലിയ നോമ്പിൻ്റെ ആരംഭം. നമ്മുടെ തിരുനെറ്റിയിൽ കുരിശിൻ്റെ ചിഹ്നം വരച്ച് നാം തുടങ്ങുന്നു. കുരിശിനെ ഏറ്റെടുക്കുവാനുള്ള നമ്മുടെ സന്നദ്ധത നാം ലോകത്തോട് ഏറ്റുപറയുകയാണ്. ഒപ്പം ലോകരക്ഷയ്ക്കായി കുരിശ് ഏറ്റെടുക്കുവാനുള്ള കർത്താവായ ഈശോയുടെ തീരുമാനത്തോട് നാം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക കൂടിയാണ്. മരുഭൂമിയിലെ കർത്താവിൻ്റെ പ്രലോഭനങ്ങൾ, പരീക്ഷകൾ, നീ ദൈവപുത്രനാണ് എന്ന് തെളിയിച്ചാൽ സർവ്വതും നിനക്ക് ഞാൻ തരാമെന്നുള്ള സാത്താൻ്റെ ഓഫർ മനുഷ്യകുലത്തിൻ്റെ രക്ഷയെ തന്നെ അവതാളത്തിലാക്കുന്ന, സാധ്യമല്ലാതാക്കുന്നതായിരുന്നു. കുരിശില്ലാതെ, സഹനമില്ലാതെ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനുള്ള കുറുക്കുവഴിയായിരുന്നു. അങ്ങനെ ഈശോയുടെ രക്ഷാകര കർമ്മം തന്നെ അവസാനിപ്പിക്കാനുള്ള ട്രിക്കായിരുന്നു. എന്നാൽ ഈശോ അവിടെ വിജയിച്ചത് എങ്ങനെയാണ്? താൻ ദൈവപുത്രനാണ് എന്ന അവബോധം നിലനിർത്തിക്കൊണ്ട്, താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് പ്രലോഭനങ്ങളിൽ വീഴാതെ പിടിച്ചു നിന്നു, അല്ലെങ്കിൽ പ്രലോഭകനെ തോൽപ്പിച്ചു. രണ്ടാമതായി, തന്നെ അയച്ച പിതാവിനോടുള്ള സ്നേഹബന്ധവും വിശ്വസ്തതയും നിലനിർത്തി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ പരാജയമായിട്ടല്ല, മറിച്ച് പ്രലോഭനങ്ങളെ, പരാജയങ്ങളെ, വിശപ്പിനെ, സംശയങ്ങളെ, ബലഹീനതകളെ, അപമാനത്തെ, പരിഹാസങ്ങളെ, തള്ളിപ്പറയലുകളെ, അവഗണനകളെ ഒക്കെ ധീരമായി അഭിമുഖീകരിക്കാനുള്ള അവസരങ്ങളായിട്ടാണ് കാണേണ്ടത്. അവ നമ്മുടെ ജീവിതത്തെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളെ വിശ്വസ്തതാപൂർവ്വം നിർവഹിക്കാൻ ദൈവം നമ്മെ ഒരുക്കുന്ന, ശക്തിപ്പെടുത്തുന്ന അവസരങ്ങളായി കാണാൻ നമുക്ക് സാധിക്കട്ടെ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, സത്യം കൊണ്ട്, ദൈവവചനം കൊണ്ട്, ദൈവവചനമനുസരിച്ചുള്ള വിശ്വാസം കൊണ്ടുമാണ് ജീവിക്കുന്നത്.